ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യുന്നത് ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മസ്ലിൻ്റെ ക്ലോത്താണ്. മസ്ലിൻ്റെ ഈ ഒരു ഫാബ്രിക്ക് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. മസ്ലിൻ്റെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒന്ന് കൊഴിഞ്ഞു പോകുന്ന ടൈപ്പ് ക്ലോത്താണ്. നല്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ലെങ്ത് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ടോട്ടൽ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിനെ 4 ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 എനിക്കിവിടെ കിട്ടുന്നത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ ആ 9 ഇഞ്ചസിലേക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 13 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണല്ലോ ഈ ഒരു അരവണ്ണം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക്കിനും കൂടി വേണ്ടിയിട്ട് ആണ് ഈ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തും 4 ഇഞ്ച് എക്സ്ട്രാ വരുമ്പോൾ 16 ഇഞ്ചസ് എക്സ്ട്രാ നമുക്ക് അവിടെ കിട്ടും. അതുപോലെ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് 14 ഇഞ്ചസ് ആണ് കേട്ടോ. അതും ഇതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഒന്ന് കർവിലായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അവിടെ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 13 ഇഞ്ചസ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയപ്പോൾ 15 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7.5 ഇഞ്ച് ഇവിടെ സെൻട്രലായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻറ്റിൻ്റെ സെൻട്രൽ ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിൻ്റെയും ആ ഒരു ലൈനും കൂടിയും വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴെ മാർക്ക് ചെയ്തില്ലേ, ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും 4 ഇഞ്ചും അങ്ങോട്ടും 4 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ബോട്ടം വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കൊന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയൊരു ചെരിവിലൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രോച്ച് ഏരിയൻ്റെ അവിടെ നിന്നും ആ ഒരു 4 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ഒന്ന് കർവിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തത് ആ ഭാഗത്തിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ പാൻസിന് വേണ്ട മെഷർമെൻറ്റ്സിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 പീസിലായിട്ടാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4 പീസ് ഉണ്ട് കേട്ടോ ടോട്ടൽ. അപ്പോൾ ഇതിൽ നിന്നും 2 മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം വരുന്ന രൂപത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ക്രോച്ച് ഏരിയ ഉണ്ട് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ക്രോച്ച് ഏരിയ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി വരുന്ന 2 പീസും ക്രോച്ച് ഏരിയേൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഡബിൾ സ്റ്റിച്ചാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡബിൾ സ്റ്റിച്ചാക്കി ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ കുറച്ചൊരു വിടുത്തി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്കി വന്ന മറ്റേ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു സൈഡ് പോക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വശത്തായിട്ടാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ക്ലോത്തിനെ എടുത്തിട്ടുണ്ട്. ഇതിനിതുപോലെ 2 ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചസ് ആണ്. വിഡ്ത്ത് വരുന്നത് 7.5 ഇഞ്ചസ് ആണ്. അപ്പം
ടോട്ടൽ വരുന്നത് 15 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ സൈഡ് പോക്കറ്റ് വെക്കുന്നത്. ചെറിയൊരു സ്ലോപ്പിലൊന്ന് മടക്കി അവിടെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ അതിൻ്റെ താഴെ വരുന്ന രൂപത്തിലാണ് ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഒരു മെഷർമെൻറ്റ്സിൽ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല പീസിനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഭാഗം മാത്രമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്നുകൂടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്തിന് മാത്രമാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ വരുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് വരുന്നത് ചെറിയൊരു ചെരിവോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ വരച്ചെടുത്തതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പാൻറ്റിൻ്റെ കോർണർ ഭാഗം കിട്ടുന്നത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ നമ്മുടെ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ടാണ് കേട്ടോ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പീസ് വെച്ചിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ എഡ്ജിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടി ഒരു സ്റ്റിച്ചും കൂടെ ഒന്ന് പതിച്ചൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു എഡ്ജ് പിടിച്ചിട്ട് ഈ ഒരു കോർണറിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ആ പോക്കറ്റിൻ്റെ ഒരു ഭാഗം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പോക്കറ്റ് ഉൾഭാഗത്ത് എങ്ങനെ വരുന്നതും ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതിന് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി വരുന്ന ആ പീസിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തുമൊക്കെ വരുന്നത്. നമുക്ക് മുകൾ ഭാഗവും താഴെ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ എഡ്ജിൽ ഇങ്ങനെ പിടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗവും അതിൻ്റെ താഴെ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് പിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും ക്ലോത്ത് കൂടാതെ അവിടെ ഒന്ന് മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ ഭാഗം നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെയും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡും കേട്ടോ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ താഴേന്ന് മുകൾ വരെ നമുക്ക് സൈഡ് 2ഉം ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗവും 1 ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലുള്ളൊരു ബെൽറ്റും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തുള്ള മെഷർമെൻറ്റ്സ് എത്രയാണ് വരുന്നത് നോക്കാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക്കും കൂടി കടത്തിയെടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഹിപ്പ് റൗണ്ടിൽ നിന്നും നമുക്ക് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹിപ്പ് റൗണ്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് 36 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഞാൻ 32 ഇഞ്ചസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിനെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്തിട്ട് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഇലാസ്റ്റിക്കിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പും കൂടെ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ഇലാസ്റ്റിക്കിനെ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിഗരറ്റ് പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഷേപ്പിലായിട്ടൊന്നും സിഗരറ്റ് പാൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് ലൂസിൽ നിൽക്കുന്നത് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്നുകൂടി എക്സ്ട്രാ അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നീങ്ങി പോവാതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസിലായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് സിഗരറ്റ് പാൻറ്റാണ് കേട്ടോ. വളരെ സ്കിന്നി ആയിട്ട് നമ്മളെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ടൈപ്പിലല്ല കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ വരുന്നത്. നല്ല വൃത്തിയിലായിട്ട് തന്നെ ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.